ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 3, വിശുദ്ധ കൂര്യാക്കോസ് എലിയാസ് ചവറയച്ചൻ്റെ തിരുനാൾ. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമാശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് എന്ന് പറയപ്പെടുന്ന പകലോമറ്റം കുടുംബത്തിൻ്റെ ശാഖയായ ചാവറ കുടുംബത്തിൽ കൈനക്കരിയിൽ ജനിച്ച ഏലിയാസിനെ കുഞ്ചാക്കോച്ചൻ എന്ന് അമ്മ ഓമനിച്ച് വിളിച്ചിരുന്നു. ആത്മീയവും ശാരീരികവുമായ വിശുദ്ധിയിൽ വളർന്നുവന്ന ഏലിയാസ് 11-ാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്നു. മരിയ ഭക്തിയിൽ മുഴുകിയതാൽ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് കൂര്യാക്കോസ് 1829 വൈദികനായി. നിർധനരുടെ രക്ഷകനായി മാറിയ കൂര്യാക്കോസ് അച്ഛൻ 1844 രൂപതയുടെ മൽപ്പനായി നിയോഗിക്കപ്പെട്ടു. മന്നാനത്ത് ക്രൈസ്തവർക്ക് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ച കൂര്യാക്കോസ് അച്ഛൻ 1861 വികാരി ജനറലായി ഉയർത്തപ്പെട്ടു. സുറിയാനി സഭയെ സ്നേഹിച്ചിരുന്ന കൂര്യാക്കോസ് അച്ഛൻ ശീഷ്മ കൊടുങ്കാറ്റിൽ നിന്നും സഭയെ രക്ഷിച്ചു. നസ്രാണി ദീപിക എന്ന ദിനപത്രം ആരംഭിച്ചു. ചവറയച്ചൻ ഈശോയുടെ ജനനം, പ്രബോധനം, മരണം, മരണാനന്തര സംഭവങ്ങൾ വിവരിക്കുന്ന ആത്മാനുതാപം രചിക്കുകയും വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്താൻ അനസ്ത്യാസയുടെ രക്തസാക്ഷിത്വം എന്ന ഖണ്ഡകാവ്യവും മരണവീടുകളിൽ പാടാനുള്ള നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന ലഘുകാവ്യവും ധ്യാന സല്ലാപങ്ങളും രചിച്ച കൂര്യാക്കോസ് അച്ഛൻ 40 മണി ആരാധനയും ജപമാലയും കുരിശിൻ്റെ വഴിയും പ്രചരിപ്പിക്കുകയും ഈശോയെ സ്നേഹിക്കണമെന്ന് മറ്റുള്ളവരോട് ഉപദേശിച്ചു കൊണ്ടിരുന്ന ചവറയച്ചൻ 1871 ജനുവരി 3 കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. 2015 നവംബർ 23 ഫ്രാൻസിസ് പാപ്പ വിശുദ്ധനായി വാഴ്ത്തി. മാനാനത്തെത്തി ആ പൂജ്യദേഹ അവശിഷ്ടം തൊട്ടു വണങ്ങുന്ന വേളയിൽ വിശുദ്ധ ഏലിയാസ് ചവറയച്ച, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ധന്യരാക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.